എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 പഴം ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഗോതമ്പ് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. അതേ മാവ് തന്നെ ഒരു ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിൽ ഒഴിച്ച് മുരിച്ചെടുക്കാവുന്നതാണ്. അത് കുറച്ച് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 തവിയോളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബാക്കിയിരുന്ന മുഴുവൻ മാവും ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. നല്ല അടിപൊളി മധുരമുള്ള ഇഡ്ഡലി റെഡിയായ നല്ല ടേസ്റ്റാണ്. നെയ്യിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. നെയ്യിൻ്റെ ഏലക്കായിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്ന് നമുക്ക് മാറ്റാം. വേറൊരു പാത്രത്തേക്ക് എടുത്ത് മാറ്റാം. അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മൾ എണ്ണയിൽ ഒഴിച്ചെടുത്ത് അത് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.